വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അന്താരാഷ്ട്ര തലത്തിൽ മികച്ച സൗഹൃദമുണ്ടാക്കിയവരാണ്. മൈ ഫ്രണ്ട് ഇന്ത്യ ഫ്രണ്ട് ഡൊണാൾഡ് ട്രംപ് എന്നൊക്കെ മോദി പറഞ്ഞത് ഇരുവരുടെയും സൗഹൃദം വ്യക്തമാക്കുന്നതായിരുന്നു. ആപ് കി ബാർ മോദി സർക്കാർ എന്ന മോദി പറഞ്ഞതൊക്കെ ട്രംപും മോദിയുമുള്ള സൗഹൃദം തുറന്നു കാണിക്കുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം അവസാനം നടന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ട്രംപിന് 232 വോട്ടുകളും ബൈഡന് 306 ഇലക്ടറൽ വോട്ടുകളുമാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടും ഒരുപിടി അട്ടിമറി ശ്രമങ്ങൾ നടത്തിയാണ് മോദിയുടെ മൈ ഫ്രണ്ട് വൈറ്റ് ഹൗസിൽ നിന്നും പടിയിറങ്ങിയത്. അമേരിക്കയിൽ ട്രംപ് തോറ്റതിൽ സോഷ്യൽ മീഡിയകളിൽ മോദിക്കെതിരെയും അന്ന് ട്രോളുകൾ വന്നിരുന്നു. മോദിയുടെ ഉറ്റ സുഹൃത്ത് ട്രംപ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അന്നത്തെ ട്രോളുകൾ. ട്രംപിന്റെ പരാജയം അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ ഉറ്റ സുഹൃത്തിന്റെ ഒരു പതനം കൂടിയായിരുന്നു. ഉറ്റ സുഹൃത്തായ ട്രംപിന് അമേരിക്കയുടെ അധികാരത്തിൽ നിന്ന് പടിയിറങ്ങി വർഷം ഒന്ന് പിന്നിടുന്നതിന് മുമ്പേ അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ മറ്റൊരു സുഹൃത്തിന്റെ കൂടി കസേര തെറിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അധികാര കസേര. ഇസ്രായേലിൽ കഴിഞ്ഞ മാർച്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിക്കാനാവാതെ വന്ന നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. ഇസ്രായേലിലെ പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡിന്റെ നേതൃത്വത്തിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ കരാറായതോടെ 12 വർഷം ഇസ്രായേൽ ഭരിച്ച നെതന്യാഹു പടിക്ക് പുറത്താവുകയാണ്. സഖ്യ സർക്കാർ രൂപീകരണത്തെക്കുറിച്ച് പ്രസിഡന്റ് റുവൈൻ റീവിലെ ഔദ്യോഗികമായി അറിയിച്ചതായി ലാപിഡ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇസ്രായേൽ പാർലമെന്റിൽ മാത്രം പ്രതിപക്ഷം ഭൂരിപക്ഷം തെളിയിച്ചാൽ മതിയാകും. ഇതോടെ നെതന്യാഹു അധികാരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താകും. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ 21% ഫലസ്തീൻ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അറബ് പാർട്ടി ഒരു സഖ്യ സർക്കാരിന്റെ ഭാഗമാകുന്നത്. നെതന്യാഹുവിന്റെ സഖ്യകക്ഷി സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന നാഫ്റ്റി ബെന്നറ്റ് പുതിയ ധാരണ പ്രകാരം ആദ്യ 2 വർഷം പ്രധാനമന്ത്രിയാകും. തുടർന്ന് ലാപിഡിന് അധികാരം കൈമാറുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ സഖ്യത്തോട് എത്രയും വേഗം പാർലമെന്റ് ചേരാൻ പ്രസിഡന്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ മോദിയുടെ മറ്റൊരു സുഹൃത്തു കൂടിയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു. ആ നെതന്യാഹുവിനും ഇപ്പോൾ അധികാരം നഷ്ടമായിരിക്കുകയാണ്. 2018 മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഗുജറാത്തിൽ എത്തിയ നേതാവ് കൂടിയാണ് നെതന്യാഹു. മോദിയുടെ ക്ഷണം സ്വീകരിച്ച് ഗുജറാത്തിലേക്ക് എത്തുന്ന ലോക നേതാക്കളിൽ 3ാമത്തെയാളാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിലെ 4ാമൻ ട്രംപായിരുന്നു. ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ മോദി അടുത്ത ബന്ധം സ്ഥാപിച്ച 2ാമത്തെ ലോക നേതാവിനാണ് ഒരു വർഷത്തിനിടയിൽ അധികാരം നഷ്ടമാവുന്നത്. ഇതുവഴി അന്താരാഷ്ട്ര തലത്തിലെ മോദിയുടെ ഇടപെടലുകളെയും ബാധിച്ചേക്കാമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.